നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോഴും SDPI പിന്തുണയിൽ രാഷ്ട്രീയ വാഗ്വാദം തുടരുകയാണ്. SDPI വോട്ട് വേണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം പാർട്ടി തീരുമാനം തന്നെയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. നേമത്ത് LDFന് പിന്തുണ തേടിയത് ആരാണ് എന്ന് SDPI വ്യക്തമാക്കണമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K. പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും SDPI വോട്ടാർക്കെന്ന ചോദ്യം സജീവ ചർച്ചാ വിഷയമാണ്. SDPI വോട്ടുകൾ വേണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്ക് UDFൽ പിന്തുണയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ 24 ആൻസർ പ്ലീസിലെ പ്രതികരണം. ഈ SDPIയുടെ വോട്ട് LDFന് പോകുമെന്നുള്ള ഒരു പ്രധാന ചർച്ച ഉടലെടുത്തിട്ടുണ്ട്. അതിൽ കോൺഗ്രസിൽ ഏകരൂപമായ നിലപാടുണ്ടോ? അതായത് PD പറഞ്ഞു SDPIയുടെ വോട്ട് വേണ്ട എന്ന്. അത് കോൺഗ്രസിന്റെ നിലപാടാണ്. അദ്ദേഹം പറഞ്ഞത് വെറുതെ പറയില്ലല്ലോ. SDPIയുടെ വോട്ട് വേണ്ടെന്ന് തന്നെയാണ്. അങ്ങനെയല്ല, ഞങ്ങൾ അവരുമായിട്ട് ഐക്യത്തിലൊന്നുമില്ല, ധാരണയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം നേമത്ത് LDFന് വേണ്ടി പിന്തുണ തേടിയത് ആരെന്ന് SDPI വ്യക്തമാക്കണമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K. പ്രകാശ് ബാബു പ്രതികരിച്ചു. SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് എത്രത്തോളം അടിസ്ഥാനമുള്ളതാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരിക്കലും അങ്ങോട്ട് ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല. അല്ലെങ്കിൽ ആര് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. വേങ്ങരയിൽ SDPI അടക്കം ആരുടെയും വോട്ടുകൾ വേണ്ടെന്ന് പറയില്ലെന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സഭാവ് കുണ്ടുപുഴയ്ക്കൽ ആവർത്തിച്ചു. ഒന്നും പറയാനില്ലാത്തവരാണ് തന്നെ SDPI സ്ഥാനാർത്ഥിയാക്കുന്നതെന്ന് സഭാവ് കുണ്ടുപുഴയ്ക്കൽ 24നോട്. ആരെ വോട്ടും സ്വീകരിക്കൂലേ? ഞാനിപ്പോ ഇന്ന വോട്ട് പാടില്ല, ഇന്ന വോട്ട് വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് അതിന്റെ പേര് നിങ്ങൾ കണ്ടില്ലേ? LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. LDFന്റെ പുറത്തുള്ള എല്ലാ വോട്ടും ലീഗുകാരും കൂടി വോട്ട് ചെയ്താലല്ലേ ഇവിടെ വിജയിക്കുള്ളൂ. അത് LDFന്റെ സ്വതന്ത്രനാ. നമ്മളങ്ങനെ എത്രയോ കക്ഷികൾ കേരളത്തിലില്ലേ? അതൊന്നും നമ്മൾ LDF അതൊക്കെ തീരുമാനിക്കേണ്ടത് LDF-ആ. SDPI നേരിട്ട് മത്സരിക്കാത്ത 80-ൽ പരം സീറ്റുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന നേതൃത്വം അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.